വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ പൊതുദർശനം കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ ആരംഭിച്ചു. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമ AC തോമസ്, ഭാര്യ ലെവനി തോമസ് എന്നിവരാണ് മരിച്ചത്. കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. മനോജ് ചേരുകയാണ്. മനോജ്, ഈ പൊതുദർശനം രാവിലെ ആരംഭിച്ചതാണല്ലോ, എങ്ങനെയാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്? ഒപ്പം ഈ സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം നടക്കുന്നതിന്റെ വിശദാംശങ്ങൾ കൂടി പറയും. രാവിലെ മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചു. കണ്ണീരോടെ ഈ ദമ്പതികൾക്ക് യാത്രാമൊഴി നൽകുകയാണ് ജന്മനാട്. കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കരയിലേക്ക് ഇരുവരുടെയും മൃതദേഹം എത്തിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ തന്നെ പൊതുദർശനത്തിനായി ഈ ജൂബിലി മന്ദിര ചാപ്പലിൽ എത്തിക്കുകയായിരുന്നു. ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും അങ്ങനെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. വൈകുന്നേരം 3:30 സംസ്കാര ചടങ്ങുകൾ ഈ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ, അതായത് ഇവർ ഒരു വിനോദയാത്രയുടെ ഭാഗമായാണ് വിയറ്റ്നാമിലേക്ക് പോയത്. തുടർന്ന് അവിടെ ഉണ്ടായ ഈ ബോട്ട് അപകടം അത് നാടിനെ ഒന്നാകെ തന്നെ ഞെട്ടിക്കുന്നതാണ്. അപ്രതീക്ഷിതമായാണ് ഇവരുടെ വിയോഗം. ഈ വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലെവനി തോമസുമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 32 അംഗ സംഘത്തോടൊപ്പമാണ് ഇവർ ഈ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് പോയിരുന്നത്. അവിടെയുണ്ടായ അപകടത്തിൽ 15 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. എന്തായാലും മുംബൈയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. തുടർന്ന് ചടങ്ങുകൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അല്പസമയം കൂടെ കഴിഞ്ഞ ശേഷം അടുത്ത കാര്യത്തിലേക്ക്, അതായത് ശുശ്രൂഷ ഒക്കെ ആരംഭിക്കും. അതിനുശേഷമാണ് ഈ സംസ്കാരം നടക്കുക. ഓക്കെ, മനോജാണ് വിവരങ്ങൾ നൽകിയത്.